ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങം 1 എല്ലാവർക്കും കർഷക ദിന ആശംസകൾ. കർഷകരായിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച്. അതെ, ഞാനൊരു കർഷക കുടുംബമാണ് കേട്ടോ. എൻ്റെ അപ്പനും അമ്മയും ഞാനും എൻ്റെ സഹോദരങ്ങളടങ്ങിയ കുടുംബം പണ്ടേ അങ്ങനെ തന്നെ. കൊച്ചു കാലം തൊട്ട് ഞാൻ ഇതെല്ലാം കണ്ടാണ് വളർന്നത്. എന്നാൽ പഠിക്കുന്ന കാലമായിരുന്നുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ അറിയാനോ ചെയ്യാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. എങ്കിൽ കൂടി ഞാൻ അവരുടെ കൂടെ പോകുമ്പോഴത്തേനും ചെറിയ ചെറിയ വിത്തുകൾ നട്ടുവയ്ക്കുകയും ചെടികൾ നട്ടുവയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ പിന്നെ കാലങ്ങൾ കഴിയും തോറും എനിക്ക് അതിനോട് ഇഷ്ടം കൂടി വന്നു. 1-2 ചെടി നട്ടുവെച്ച് അതിൽ നിന്ന് കായ്കളൊക്കെ ലഭിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പിന്നെ ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു, ചോദിച്ച് അറിഞ്ഞു, കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴെല്ലാം എനിക്ക് ഭയങ്കരമായിട്ടുള്ള തോൽവിയാണ് ഉണ്ടായത്. എനിക്ക് സങ്കടം തോന്നി. ഞാൻ കഷ്ടപ്പെട്ടതിന് അത്രയും കിട്ടിയില്ല ഫലങ്ങളൊന്നും. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, തൂമ്പായും വളവും വിത്തുമൊക്കെ ആയിട്ട് പോകുന്ന മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും കൊട്ട നിറയെ കൃഷിവിഭവങ്ങളുമായിട്ട് തിരിച്ചു വരുന്നത്. ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ വില മനസ്സിലായത് കേട്ടോ. ഒരു ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ഒരു പൂവോ കായോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തൊക്കെ അവർക്ക് അയച്ചു കൊടുക്കും. അത് കാണുമ്പോൾ അവർക്ക് സന്തോഷം, എനിക്കും സന്തോഷം. എനിക്കുള്ള കൃഷിയിൽ നിന്നൊരു ഭാഗം അപ്പനും അമ്മയ്ക്കും, അവർക്കുള്ള കൃഷിയുടെ ഒരു ഭാഗം എനിക്കും കിട്ടും എല്ലാ മാസവും. അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു മലയോര പ്രദേശമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൃഷികളൊന്നും മഴയത്ത് ചെയ്യാന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ്. മഴ തല്ലി ചെടികളൊക്കെ നശിച്ചു പോവും, വിത്തുകളൊക്കെ നശിക്കും, പൂപ്പൽ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഒട്ടും ഒരു രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത ഒരു സമയമാണ് മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമല്ലോ. വേനൽക്കാലത്ത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ആ സമയത്ത് ചെയ്യാൻ പറയും കുറച്ച് കൃഷികൾ. അങ്ങനെയാണ് ഞാൻ വേനൽക്കാലത്ത് ചെറിയ ചെറിയ കൃഷികളൊക്കെ ആരംഭിച്ചത്. അതെല്ലാം സക്സസ് ആയി കേട്ടോ. ഈ മഴക്കാലത്തുണ്ടല്ലോ, മണ്ണിൽ വളം നിൽക്കുകയല്ല, എല്ലാം ഒഴുകി താഴ്ന്ന വർഷത്തേക്ക് ഒഴുകിപ്പോവും. അതൊക്കെ വലിയ കഷ്ടപ്പാടായിരുന്നു എനിക്ക്. എങ്കിൽ കൂടി അതിൻ്റെ ഫലം കിട്ടിക്കഴിയുമ്പോൾ അതിലേറെ സന്തോഷം ഉണ്ടാവും കേട്ടോ. അങ്ങനെ കിട്ടിയ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വരുന്ന തലമുറയെ കൃഷി ചെയ്യാനും ഒക്കെ പഠിപ്പിക്കണം. മണ്ണിൽ ഇടാതെ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കൃഷിപാഠങ്ങൾ അവരും പഠിക്കട്ടെ. നമുക്ക് വേണ്ടി, നമ്മുടെ ഭക്ഷണം നമുക്ക് തരാൻ വേണ്ടി വിയർപ്പൊഴുക്കുന്ന കുറച്ച് ആളുകൾ എവിടെയോ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അവരുടെ വേർപ്പാണ് നമുക്ക് ഭക്ഷണമായിട്ട് കിട്ടുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരതൊക്കെ ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുകയും വേണം. നോക്കൂ, എൻ്റെ ചേമ്പൊക്കെ ഒരുപാട് ചേമ്പുണ്ട് കേട്ടോ എനിക്ക്. ഇതാണ് അവസാനമായിട്ടൊക്കെ എനിക്ക് കിട്ടിയ വിഭവങ്ങളൊക്കെ. ഞാൻ കർഷകരെ ബഹുമാനിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. എല്ലാ കർഷകർക്കും എൻ്റെ ആശംസകൾ.